العظيم وقد قال سيدنا محمد صلى الله عليه وسلم الأرواح جنود مجندة فما تعارف منها ائتلف وما تناكر منها اختلف صدق رسول الله صلى الله عليه وسلم محمد طابت الدنيا ببعثته محمد جاء بالآيات والحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി നോമ്പുകാരായി അള്ളാഹുവിൻ്റെ പള്ളിയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ മാസം പോലെ ഹൃദയ ശുദ്ധി വരുത്തി ഇരുലോക വിജയികളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആത്മസംസ്കരണത്തിൻ്റെ പരിശീലന കളരിയാണ് പരിശുദ്ധ റമളാൻ. മനുഷ്യൻ എന്ന് പറയുന്നത് ബാഹ്യമായി നമ്മൾ ഈ കാണുന്ന ശരീരങ്ങൾ മാത്രമല്ല, അതിനപ്പുറം മനുഷ്യനൊരു കാതലായ വശമുണ്ട്. അതാണ് മനുഷ്യൻ്റെ ആത്മാവ്. ആ ആത്മാവിൻ്റെ ശുദ്ധീകരണവും വിമലീകരണവുമാണ് ഈ ഹ്രസ്വമായ ഐഹിക ജീവിതത്തിൽ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രധാന വിഷയം. അത് ശുദ്ധി വരുത്തുന്നവർക്ക് മാത്രമേ പാരത്രിക ലോകത്ത് സമ്പൂർണ്ണ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. ഖദ് അഫ്ലഹ മൻ തസക്കാ, അള്ളാഹു പറയുന്നുണ്ട്, ആത്മസംസ്കരണം കൈവരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയം വരിച്ചു, ആത്മാവിന് ചളി പുരട്ടിയവൻ, ചേറ് പുരട്ടിയവൻ പരാജയപ്പെട്ടു. അപ്പോൾ വിജയത്തിൻ്റെ നിദാനമായി അള്ളാഹു പറയുന്നത് ആത്മീയ ശുദ്ധി കൈവരിക്കുക എന്നതാണ്. എന്താണ് ആത്മാവ്? എങ്ങനെയാണ് നമ്മൾ അതിനെ ശുദ്ധീകരിക്കുക? ഇത് ഗൗരവതരമായ ഒരു ചിന്തയും അന്വേഷണവും കൂടിയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് മദീനക്കാരായ ജൂതന്മാർ മക്കയിലെ ചില ആളുകളെ പറഞ്ഞയക്കുകയുണ്ടായി. ആത്മാവിനെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാൻ വേണ്ടിയായിരുന്നു അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ചോദ്യത്തിന് എപ്രകാരമാണ് മറുപടി കൊടുക്കേണ്ടത് എന്ന് വിശദീകരിച്ചുകൊണ്ട് സൂക്തം അവതരിപ്പിച്ചു. അതാണ് യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നബിയെ, ആത്മാവിനെ സംബന്ധിച്ച് ജനങ്ങൾ അവിടത്തോട് വന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് നൽകേണ്ട മറുപടി അർറൂഹു മിൻ അംരി റബ്ബി. ആത്മാവ് ആത്മാവ് എന്ന് പറഞ്ഞ സംഗതി അതെൻ്റെ റബ്ബിൻ്റെ പരിധിയിൽപ്പെട്ട, അവൻ്റെ പിടിയിൽ മാത്രം ഒതുങ്ങുന്ന, അവൻ്റെ അറിവിൽപ്പെട്ട ഒരു വസ്തുവാണ്. സ്വാഭാവികമായും ഈ മറുപടി കേൾക്കുമ്പം നമ്മളെ മനസ്സിലൊരു ഉപചോദ്യം വരും. അതെന്താ അങ്ങനെ ഒരു സംഗതി? നമുക്കാർക്കും മനസ്സിലാവാത്ത, അള്ളാഹുവിൻ്റെ മാത്രം പിടിയിൽ ഒതുങ്ങുന്ന ഒരു സംഗതി ഉണ്ടോ? അപ്പം അതിൻ്റെ മറുപടി കൂടിയായിട്ട് അള്ളാഹ് പറയാണ്, അതുമാത്രല്ല വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ.
അള്ളാഹുവിനെ അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാ കൂടുതൽ. എല്ലാം അറിയുന്നവനാണ് മനുഷ്യൻ എന്ന മിഥ്യാധാരണ തിരുത്തുകയാണ്. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് വിധേയപ്പെടാത്ത, അവൻ്റെ കാതുകൾ കൊണ്ട് കേൾക്കാൻ പറ്റാത്ത, അവൻ്റെ രുചിക്ക് വിധേയപ്പെടാത്ത, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഒതുങ്ങാത്ത അനേകം സംഗതികൾ ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. മനുഷ്യൻ വിചാരിക്കേണ്ട എല്ലാം അറിയുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം അറിഞ്ഞേ പറ്റൂ. ഇല്ല, നിനക്ക് വളരെ ചുരുങ്ങിയ അറിവ് മാത്രമേ അള്ളാഹു തന്നിട്ടുള്ളൂ. അതിൽപ്പെട്ട ഒന്നാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഗവേഷണ നിരീക്ഷണങ്ങൾക്കോ രാസപരിശോധനകൾക്കോ വിധേയമാകുന്ന ഒരു പ്രതിഭാസമല്ല ആത്മാവ്. മനുഷ്യന് എല്ലാം കാണാൻ പറ്റില്ല. അള്ളാഹു നമുക്ക് തന്ന കാഴ്ച വളരെ പരിമിതമാണ്. അതാണ് വലിയൊരു അനുഗ്രഹവും ഒരർത്ഥത്തിൽ പറഞ്ഞ. നിലവിലുള്ളതിനേക്കാൾ മൂർച്ചയേറിയ കാഴ്ച അള്ളാഹു തന്നിരുന്നെങ്കിൽ നമ്മളാരും ഇത്ര അടുത്തിരിക്കൂലെന്ന്. കാരണം ഒരു മനുഷ്യൻ്റെ മുഖത്ത് മാത്രം ലക്ഷക്കണക്കിന് ജീവികൾ താമസിക്കുന്നുണ്ട്. അവൻ്റെ ചുണ്ടിലും നാവിലും ഒക്കെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണാനുള്ള കെൽപ്പ് അള്ളാഹു നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മളാരും ഇങ്ങനെ അടുത്തിരിക്കൂല, അറപ്പുണ്ടാവും. അത്രയും ജീവജാലങ്ങൾ നമ്മളെ ശരീരത്തിലുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കാഴ്ച പരിമിതമായതുപോലെ തന്നെ നമ്മളെ കേൾവിയും വളരെ ചുരുങ്ങിയതാണ്. നമ്മളെക്കാൾ കാഴ്ചയുള്ള ജീവികളും ജന്തുക്കളും ഒക്കെ ഉണ്ട്. നമ്മൾ കാണാറുണ്ട് ഒരു പരുന്ത് കടലിന് മുകളിലൂടെ കിലോമീറ്റർ ഉയരത്തിൽ ഇങ്ങനെ പറക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഊർന്നിറങ്ങി മത്സ്യത്തെ കാലിൽ പൊക്കിയെടുത്ത് പറന്നു പോകുന്നത് കാണാം. നമ്മളൊരു തോണിയിലിരുന്ന് നോക്കിയാൽ പോലും ആ മീനിനെ കാണൂല. നമ്മളെ കണ്ണിൻ്റെ 1/5 മാത്രം വലിപ്പമുള്ള ഒരു പരുന്തിന് അള്ള അത്ര കാഴ്ച കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ചുരുങ്ങിയതേ തന്നിട്ടുള്ളൂ. അതാണ് ഖുലിഖൽ ഇൻസാനു ലഈഫാ. വളരെ ദുർബലനായിട്ടാണ് മനുഷ്യനെ പടക്കപ്പെട്ടത്. പഞ്ചേന്ദ്രിയപരമായി മനുഷ്യൻ വളരെ ദുർബലനാണ്. നമ്മളെ കേൾവി വളരെ ചെറുതാണ്. വലിയ പാറക്കല്ലുകൾ കൂട്ടി ഉരസുന്നത്, അതിൻ്റെ പ്രകമ്പനം പുറത്തെത്തി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന കട്ടിൽ കുലുങ്ങുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്ന വിവരം നമ്മളറിയാം. എന്നാൽ ഭൂമിക്കടിയിൽ വെച്ച് ആ സ്ഫോടനമുണ്ടായ അതേ സ്പോട്ടിൽ മരക്കൊമ്പത്തിരിക്കുന്ന പക്ഷികളും കാട്ടിലൂടെ വിഹരിക്കുന്ന ഹിംസ്രജീവികളൊക്കെ ഇത് കേട്ട് ഭയവിഹ്വലരായി ഓടാൻ തുടങ്ങും. നമ്മൾ അവരെ അപേക്ഷിച്ച് വളരെ ദുർബലരാണ്. പഞ്ചേന്ദ്രിയപരമായി നമുക്ക് കഴിവ് കുറവാണ്. വാസനിച്ചറിയാൻ നമുക്ക് വലിയ കഴിവൊന്നുമില്ല. ഒരു പോലീസ് നായ, പരിശീലനം നേടിയ പോലീസ് നായക്ക് ഒരാളെ പിടിക്കണമെങ്കിൽ, കള്ളനെ പിടിക്കണമെങ്കിൽ ആ കള്ളൻ ധരിച്ച ഒരു ചെരുപ്പിൻ്റെ മണം പിടിച്ചാൽ മതി. ഓൻ എവിടെയുള്ളതെന്ന് വെച്ചാൽ അവനെ പോയി പോക്കും. നമ്മളെ മൂക്കിന് ആദിശക്തി ഉണ്ടാവും. സ്പ്രേൻ്റെ കുപ്പിയെടുത്ത് മൂക്കൊക്കെ അടിച്ചു കൊടുത്താൽ തന്നെ ഇത് മണല്ലേ വേറൊന്നും എടുക്കുമെന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. അതേ സമയത്ത് മനുഷ്യൻ അല്ലാഹു കൊടുത്ത കഴിവ് അവൻ്റെ ബുദ്ധിയാണ്. ആ ബുദ്ധി കൊണ്ടാണ് അവനേക്കാൾ 10 മടങ്ങ് ആരോഗ്യമുള്ള, കരുത്തുള്ള, ശേഷിയുള്ള ആനയെയും സിംഹത്തെയും ഒക്കെ മനുഷ്യൻ കീഴടക്കുന്നത്. അപ്പം മനുഷ്യന് എല്ലാം അറിയുന്നവനാണെന്ന ധാരണ വേണ്ട. അവനറിയാത്ത പലതുണ്ട്. അതിലൊന്നാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ ആത്മാവിനെ കുറിച്ച് അറിയാൻ ഇനി നമ്മളെ മുമ്പിൽ എന്താണ് മാർഗമുള്ളത്? അള്ളാഹുവിൻ്റെ പരിധിയിൽപ്പെട്ട സംഗതിയാകയാൽ അള്ളാഹുവും അവനിൽ നിന്ന് അറിവ് കിട്ടിയ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആത്മാവിനെ കുറിച്ച് എന്തു പറഞ്ഞോ അത് അപ്പടി വിശ്വസിക്കുകയല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് കളയാവുന്ന ഒന്നല്ല ആത്മാവ്. ഖുർആനിലും ഹദീസിലും എന്തൊക്കെ വന്നോ അതങ്ങനെ തന്നെ വിശ്വസിക്കുക. വേറൊരു നിവൃത്തി നമ്മളെ മുമ്പിലില്ല. അതിന് നമ്മൾ തയ്യാറാണോ? ആണെങ്കിൽ നമ്മൾ മുഅ്മിനാണ്. അല്ല, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബോധ്യം വന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന വാശിക്കാരനാണോ? എങ്കിൽ നമ്മൾ ആരുമാണ്? യുക്തിവാദിയുമാണ്. നമ്മൾ മുഅ്മിനാകണമെങ്കിൽ എന്ത് ചെയ്യണം? പഞ്ചേന്ദ്രിയാതീതമായ കുറേ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ
മുഅ്മിനീങ്ങളെ വേർതിരിച്ചറിയാനുള്ള അടയാളമായി അള്ളാഹു ആദ്യം പറഞ്ഞത് അതാ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആരാണ് സത്യവിശ്വാസികൾ? അവർ പഞ്ചേന്ദ്രിയാതീതമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കാത്തതൊന്നും ഇല്ല എന്ന് പറഞ്ഞു പോവാണെങ്കിൽ നമ്മളെക്കാൾ പൊട്ടന്മാരും മണ്ടന്മാരും വേറെ ആരുമില്ല. ബുദ്ധിയുള്ള മനുഷ്യനാരാ? അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് പലതുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ്. അത് അറിയാനുള്ള മാർഗം അള്ളാഹുവും റസൂലുമാണ്. അവരിലൂടെ ശരീരത്തെ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഖുർആൻ തന്നെ സൂചിപ്പിച്ചത് കാണാം. അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യരുടെയും ആത്മാവുകളെ പുറത്തു കൊണ്ടുവന്ന് ചില പ്രതിജ്ഞ ചെയ്യിച്ച സംഭവമുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മളെ ശരീരം പടക്കണേന് മുമ്പ് ആത്മാവിന് മറ്റ് ചില സ്ഥലങ്ങളിൽ ബന്ധങ്ങളുണ്ടാകും. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ തന്നെ കാണാം, അൽ-അർവാഹു ജുനൂദും മുജന്നദാ. ആത്മാവുകൾ എന്ന് പറയുന്നത് പരസ്പര സൗഹൃദങ്ങളുള്ള റിലേഷൻഷിപ്പുള്ള ചില സൈന്യങ്ങളാണ്. ഫമാ തആറഫ മിൻഹാ, അതിൽ നിന്ന് പരസ്പരം പരിചയപ്പെട്ടവ ഇഖ്തലഫ, അവർ കൂടിച്ചേരും. ആത്മാവുകൾക്ക് യോജിപ്പുള്ളതാണ് ചേർന്നു പോകാൻ. ചില വിവാഹിതരായ ആളുകൾ തലഫ, പരസ്പരം യോജിപ്പുള്ള പരിചയമുള്ള ആത്മാവുകളാണെങ്കിൽ അവർ സ്വപ്നത്തിൽ സമ്മേളിക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണണമെങ്കിൽ നബിതങ്ങളുമായി ആത്മീയ ബന്ധമുണ്ടാവണം. ആ ബന്ധത്തിൻ്റെ കാരണം എന്താണ്? സ്വലാത്താണ്. ആര് സ്വലാത്ത് ചൊല്ലിയാലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അയാളും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആണെങ്കിലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ ഫീഹി ഖുലിഖ ആദമു വഫീഹി ഉദ്ഖിലൽ ജന്നത വഫീഹി ഉഖ്രിജ മിൻഹാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഅക്സിറു അലയ്യ മിനസ്സലാ ഫഇന്ന സ്വലാത്തകും മഅറൂളത്തുൻ അലൈ. വെള്ളിയാഴ്ച നിങ്ങൾ എൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. വെള്ളിയാഴ്ച നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി, അല്ലാത്ത ഇബാദത്തുകളൊക്കെ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, വെള്ളിയാഴ്ചത്തെ സ്വലാത്ത് പ്രത്യേകമായി നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും സ്വലാത്ത് ചെല്ലുന്നവനും മുത്തുനബിയും തമ്മിൽ പ്രത്യേകമായൊരു സൗഹൃദമുണ്ടാകുകയും ആ ആത്മീയ ബന്ധം കാരണം സ്വപ്ന ദർശനത്തിന് കാരണമാകുകയും ചെയ്യും. ഈ രീതിയിൽ ആത്മാവുകൾ നമ്മളെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ
അതിൻ്റെ പല പ്രവർത്തനങ്ങളെക്കുറിച്ചും ഖുർആനിലും ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രമാണങ്ങളിൽ വന്ന ഒന്നാണ്, നമ്മൾ മരണപ്പെടുന്ന സമയത്ത് ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് സ്വീകരിക്കാൻ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കിൻ്റെ നേതൃത്വത്തിൽ അള്ളാഹു നിശ്ചയിക്കപ്പെട്ട മാലാകമാര് വരും. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയിൽ നിന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അബൂ ദാവൂദ്, ഇമാം ത്വബറാനി റഹ്മത്തുള്ളാഹി അലൈഹിം ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ മദീനയിലെ മക്ബറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അൻസ്വാരി സ്വഹാബിയുടെ ജനാസ അടക്കം ചെയ്യാൻ വേണ്ടി പോയതാണ്. മയ്യത്ത് എത്തിയെങ്കിലും ഖബറിൻ്റെ പണി തീർന്നിരുന്നില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിനെ അവിടെ വെച്ച് ഖബറിൻ്റെ അടുത്താടെ ഇരുന്നു. അവിടുത്തെ കയ്യിൽ ഒരു വിറകും കൊള്ളിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നിലത്ത് വരച്ച് കളിക്കാൻ. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തി. സ്വഹാബത്ത് മുഴുവനും നിശ്ചലരായി നിൽക്കുകയാണ്. ഒരു പക്ഷി വന്ന് അവരെ തലയിലിരിക്കാൻ മാത്രമുള്ള അടക്കം, ഇത് ജീവനില്ലാത്ത എന്തോ സംഗതിയാണോ എന്ന് കരുതി പക്ഷി വന്നിരിക്കും. അത്രയും അച്ചടക്കത്തിൽ നബിതങ്ങളെ ചുറ്റും സ്വഹാബത്ത് നിൽക്കുകയാണ്. അപ്പം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇസ്തഗീദൂ മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹിനോട് കാവലിനെ തേടണേ. ഇത് 2 തവണ ആവർത്തിച്ചിട്ട് പിന്നെ നബിതങ്ങൾ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചു. എന്നിട്ടതാ മനുഷ്യരുടെ മരണസമയത്തുള്ള ആത്മാവിൻ്റെ അവസ്ഥയും ശേഷമുള്ള അവസ്ഥയും വിശദീകരിച്ചുകൊണ്ട് സുദീർഘമായി അവിടെ നിന്ന് സംസാരിച്ചു. ഒരു മുഅ്മിനായ മനുഷ്യൻ ദുന്യാവിലെ ജീവിതം അവസാനിച്ച് പാരത്രിക ജീവിതം ആരംഭിക്കുന്ന നിമിഷമായാൽ വാനലോകത്ത് നിന്നതാ റഹ്മത്തിൻ്റെ മാലാകമാരിറങ്ങി വരും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരുന്നത് അവരുടെ മുഖം വളരെ പ്രശോഭിതമായിരിക്കും, വല്ലാത്ത സൗന്ദര്യമുണ്ടാകും, സൗരഭ്യമുണ്ടാകും. ഈ മനുഷ്യൻ, മരണാസന്നനായ മനുഷ്യൻ, ഇവരെ കാണുമ്പോൾ തന്നെ വളരെ സന്തുഷ്ടനാകും. അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും കാരുണ്യത്തിലേക്കും നീ ഇറങ്ങി വാ. ഈ മനുഷ്യൻ്റെ ആത്മാവിനെ വളരെ ലോലമായി പിടിക്കുകയാണ്. നബിതങ്ങൾ പറയുന്നു, ആ സമയത്ത് ആത്മാവ് ഇറങ്ങി വരുന്ന രംഗം എങ്ങനെയാണ്? ഒരു തോൽപാത്രം നിറയെ വെള്ളം നിറച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ മുഖഭാഗം ഒരു ചരട് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആ കെട്ടഴിച്ച് ആ പാത്രം ഒന്ന് ചൊരിച്ചാൽ എത്ര ലാഘവത്തോടെയായിരിക്കും അതിലുള്ള മുഴുവൻ വെള്ളവും പുറത്തേക്ക് ഒഴുകുക. ഇത്രയും ലളിതമായ രീതിയിൽ ആ ആത്മാവ് ഇങ്ങോട്ടിറങ്ങി വരും. എന്നാൽ റഹ്മത്തിൻ്റെ മാലാകമാര് വരുന്ന സമയത്ത് 2 സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് സ്വർഗീയമായ പുടവയാണ്, രണ്ടാമത്തത് സ്വർഗീയമായ കർപ്പൂരവുമാണ്. നമ്മളൊരാൾ മരിച്ചാൽ ഉടനെ ടെക്ടൈസിലേക്ക് ഓടുന്നത് എന്തിനു വേണ്ടിയാ? ഈ ജഡം പൊതിയാനുള്ള കഫം പുടവക്ക് വേണ്ടിയാണ്. ആത്മാവിനെ പൊതിയാനുള്ളത് ഏത് മനുഷ്യനാണെങ്കിലും മലക്കുകൾ കൊണ്ടുവരും. നല്ല മനുഷ്യനാണെങ്കിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ സ്വർഗത്തിലെ കഫം പുടവയാ കൊണ്ടുവരിക. എന്നിട്ട് അതിൽ പൊതിഞ്ഞ് കർപ്പൂരം പുരട്ടി അവരതാ ഈ ആത്മാവിനെ കൊണ്ടുപോകുമ്പം പരിസരം മുഴുവനും പരിമളം കൊണ്ട് നിറയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, മനുഷ്യരും ജിന്നുമല്ലാത്ത സർവചരാചരങ്ങളും അതിൻ്റെ സൗരഭ്യം അനുഭവിക്കും. അങ്ങനെ ആത്മാവിനെ കൈവച്ച് ഓരോരുത്തരും ഞാൻ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ഏറ്റുവാങ്ങി 1-ാമത്തെ ആകാശത്തേക്ക് കൊണ്ടുപോകും. വാനലോകത്തെത്തുമ്പോൾ അവിടെ നിന്നതാ മലക്കുകൾ കവാടം തുറന്ന് സ്വാഗതം ചെയ്യും. തുടർന്ന് 2-ാമത്തെ ആകാശത്തേക്ക് അതിനെ കൊണ്ടുപോകും.
അങ്ങനെ 6ഉം 7ഉം വരെ ആകാശത്തേക്ക് ഈ ആത്മാവിനെ സ്വീകരണ പരിപാടികളോടെ ആവാഹിച്ചു കൊണ്ടുപോകുകയാണ്. അങ്ങനെ 7ാമത്തെ ആകാശത്തിൻ്റെ മുകളിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങളെ നിങ്ങൾ കാണിച്ചു കൊടുക്കൂ. അവിടെയാണ് ഇല്ലിയീൻ എന്ന് പറയുന്ന കേന്ദ്രം. വിശ്വാസികളുടെ സൽക്കർമ്മങ്ങളുടെ രേഖ സൂക്ഷിക്കുന്ന ഓഫീസാണത്. അവിടെ എത്തിച്ച് ആ ആത്മാവിൻ്റെ ശരീരം ചെയ്ത എല്ലാ സുകൃത്യങ്ങളെയും കാണിച്ചു കൊടുത്തതിന് ശേഷം അള്ളാഹു പറയുമത്രേ, ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മണ്ണിൽ നിന്നാണ് ഞാൻ നിങ്ങളെ പടച്ചത്, അതേ മണ്ണിലേക്ക് നിങ്ങളെ മടക്കും, ആ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പുനർജന്മം തരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുപോയ കാരണത്താൽ ഈ ആത്മാവിനെ നിങ്ങൾ അതിൻ്റെ ശരീരത്തിലേക്ക് തന്നെ മടക്കുക. അങ്ങനെ സംതൃപ്തയായി ആ ആത്മാവ് ഖബറിലേക്ക് വരും. ഇതൊക്കെ ഞൊടിയുടെ കൊണ്ട് നടക്കുമെന്ന, സെക്കൻഡുകൾ കൊണ്ടാണ് ഈ പരിപാടികളെല്ലാം. അങ്ങനെ ഖബറിലെ ശരീരാവശിഷ്ടവുമായി ഈ ആത്മാവ് ബന്ധപ്പെടുകയും അതിനുശേഷം മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുകയും കൃത്യമായ ഉത്തരം പറയുകയും അതിനുശേഷം അല്ലാഹു തആല പറയും, ആ മനുഷ്യന് നിങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് നൽകൂ, സ്വർഗീയ ഉടയാടകൾ നൽകൂ, സ്വർഗത്തിലേക്കൊരു കവാടം തുറക്കൂ എന്ന് പറഞ്ഞ് സ്വർഗീയമായ എല്ലാ സൗകര്യങ്ങളെയും കാഴ്ചകളെയും അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത് കണ്ണെത്തും ദൂരം വരെ ഖബർ വിശാലമാക്കും. ഈ സമയത്ത് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമത്രേ, പടച്ചവനെ എത്രയും പെട്ടെന്ന് ഖിയാമത്ത് നാൾ ആക്കൂ, എന്നാൽ എനിക്ക് നേരിട്ട് ആ സ്വർഗത്തിലേക്ക് അങ്ങ് ചെല്ലാലോ. ഇപ്പൊ ഖബറിന്നതൊക്കെ ഇങ്ങനെ കണ്ടു കിടക്കുകയാണ്. അപ്പൊ അവരുടെ ഉത്കടമായ ആഗ്രഹം ഖിയാമത്ത് നാൾ ആകട്ടെ എന്നതാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ മരണസമയത്തും ശേഷവുമുള്ള ആത്മാവിൻ്റെ അവസ്ഥയായി നബിതങ്ങൾ പറയുന്നത്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഇനിയൊരു ഫാജിറായ കുറ്റവാളിയായ മനുഷ്യനാണോ മരണാസന്നനാകുന്നതെങ്കിൽ അവിടെ ഇറങ്ങി വരുന്നത് ആരാ? അദാബിൻ്റെ മലക്കുകളാണ്. സുവ്വദുൽ വുജൂഹ്, അവരെ മുഖം ഭീകരമായിരിക്കും, പേടിപ്പെടുത്തുന്ന രൂപമാണ്, ദുർഗന്ധത്തിൻ്റെ അന്തരീക്ഷമാണ്. അങ്ങനെ ആ മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ ഇവൻ ഭയവിഹ്വലനായി ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളൊക്കെ ചില ക്ലിപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മലക്കുകൾ ഇറങ്ങി വരുന്ന സമയത്ത് മരണത്തിൻ്റെ മുമ്പുള്ള ചില ആളുകളുടെ വെപ്രാളങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ മലക്കുകളെല്ലാം വന്ന് കണ്ണെത്തും ദൂരം വരെ ഇവനെ വളയുമ്പോൾ ഇവൻ അവിടെ നിവൃത്തിയില്ലാതെ വീണുപോകും. അങ്ങനെ അതാ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് വന്ന് ഇവന്റെ തലഭാഗത്തിരുന്ന് വിളിക്കും, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസാ, ഓ ദുഷ്ടയായ ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തില്ലാഹി വഗളബി, അല്ലാഹുവിൻ്റെ ദേശത്തിലേക്കും കോപത്തിലേക്കും നീ ഇറങ്ങി വാ. ഇങ്ങനെ പറയുമ്പോൾ ആ ആത്മാവ് മുഴുവൻ ശരീരത്തിൻ്റെ സെല്ലുകളിലേക്കും ഉൾവലിയുകയാണ്, പുറത്തിറങ്ങാൻ കൂട്ടാക്കുന്നില്ല. ആ സമയത്തതാ മാലാകമാര് ദണ്ടുകൊണ്ട് അടിച്ചടിച്ചാണ് ഈ ആത്മാവിനെ പുറത്തിറക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു മുള്ളുവേലിയിൽ ആറിയിട്ട ഒരു വസ്ത്രം നമ്മൾ വലിച്ചെടുക്കുമ്പോൾ എത്ര പ്രയാസം അനുഭവിക്കുമോ ആ വിധത്തിലാണ് ഈ മനുഷ്യന്റെ ആത്മാവിനെ വലിച്ചൂരുന്നത്. അങ്ങനെ നരകത്തിനാലുള്ള കഫംപുടവയിൽ പൊതിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന നരകത്തിന്റെ കർപ്പൂരം പുരട്ടി ഈ ആത്മാവിനെ ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും അതിൻ്റെ ദുർഗന്ധം കൊണ്ട് പ്രയാസപ്പെടും. മലക്കുകൾ ഇങ്ങനെ ദുഷിച്ചു പറയും, ഏതാണ് ഈ ദുഷിച്ച മനുഷ്യന്റെ ആത്മാവ്? അവസാനം 1-ാം ആകാശത്തിന്റെ സമീപത്തെത്തുമ്പോൾ അവിടുത്തെ പാറാവുകാരായ മാലാകമാര് പറയും, ഇവന് ഇങ്ങോട്ട് പ്രവേശമില്ല. അങ്ങനെ അവന്റെ മുമ്പിൽ ആകാശത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂല് പരിശുദ്ധ ഖുർആൻ അതിന് തെളിവായി ഓതുന്നുണ്ട്, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. അവരെ മുമ്പിൽ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. മാത്രമല്ല
ഒരു ഒട്ടകത്തെ സാധാരണ തുന്നാൻ ഉപയോഗിക്കുന്ന സൂചിയുടെ ദൂരത്തിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കടത്താൻ പറ്റാത്തതുപോലെ ഇവർക്കും സ്വർഗം പ്രവേശം അസംഭവ്യമാണ് എന്ന് അള്ളാഹു പറഞ്ഞത് ഇവരെ സംബന്ധിച്ചാണ് എന്ന് നബി തങ്ങൾ വിശദീകരിക്കുന്നു. അങ്ങനെ ആ ദുഷിച്ച ആത്മാവിനെ ഒരൊറ്റ കൊടുക്കുകയും അങ്ങനെ ശരീരവുമായി ബന്ധപ്പെടുകയും ഖബറിൽ അവിടെ മുങ്കർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം വന്ന് വിചാരണ നടത്തുമ്പോൾ ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ ഹാ ഹാ ലാദിരി എന്ന് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശം വരും, നരകത്തിലേക്കൊരു കവാടം തുറന്നിടുക, നരകത്തിൻ്റെ തുണി കൊണ്ടവനെ പൊതിയുക. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ആ മനുഷ്യനും അവൻ്റെ ആത്മാവും ഈ നരകത്തിൻ്റെ ഭീതിതമായ രംഗം കണ്ട് ഇടുങ്ങിയ ഖബറിൽ വളരെ പ്രയാസത്തോടുകൂടി വാരിയെല്ല് കോർത്തു പോകും വിധം അയാൾ അവിടുന്ന് പ്രയാസപ്പെടും. അയാളുടെ പ്രാർത്ഥന ഖിയാമത്ത് നാൾ വരുത്തല്ലേ എന്നാണ്. കാരണം വന്നാൽ നേരിട്ട് ആ നരകത്ത് പോകേണ്ടി വരുമെന്നാണ്. ഇതൊക്കെ ഖുർആനും ഹദീസും നമ്മളുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ വിശ്വസിക്കുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ കടമയാണ്. പിന്നെ നമ്മളെ ആത്മാവിനെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ട കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മണ്ണായി മാറുന്ന ശരീരത്തെ പുനഃസംഘടിപ്പിച്ച് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ഈ ആത്മാവിനെ അതിലേക്ക് പുനഃപ്രവേശിക്കും. അതിനാണ് പുനർജന്മം എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായി സർവ ജീവജാലങ്ങളും ഇവിടെ ജീവൻ നഷ്ടപ്പെടും. അത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ഊത്ത് മുഖേന ഉണ്ടാകുന്ന കൊടുങ്കാറ്റ് മുഖേനയാണ് എല്ലാ ജീവികളും ചത്തൊടുങ്ങുക. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹുഹു, പടച്ച റബ്ബല്ലാത്ത എല്ലാം നശിച്ചു പോകുന്ന ദിവസമുണ്ടെന്ന് പറഞ്ഞത് അതിനെ സംബന്ധിച്ചാണ്. അങ്ങനെ എല്ലാ ജീവികളും നശിച്ചതിന് ശേഷം 40 കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ഊത്ത് വരും. ആ ഊത്തിനെ സംബന്ധിച്ചാണ് സൂറത്ത് യാസീനിൽ പറഞ്ഞത്, ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. രണ്ടാമത്തെ ഊത്ത് ഊതപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം പുനഃസംഘടിപ്പിക്കുകയും ആത്മാവിനെ പുനഃപ്രവേശിപ്പിക്കുകയും ചെയ്താൽ മഹ്ശറിലേക്ക് ആ ആത്മാവും ശരീരവും സഞ്ചരിക്കും. അവിടെ വെച്ച് 50 കൊല്ലത്തെ 50,000 കൊല്ലത്തെ ദൈർഘ്യം അനുഭവപ്പെടുന്ന ഒരു വിചാരണ തടവ് കഴിഞ്ഞ് വിചാരണ പൂർത്തീകരിച്ച് സ്വർഗത്തിനർഹരായവരെ സ്വർഗത്തിലേക്കും നരകാവകാശികളെ നരകത്തിലേക്കും പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഈ ശരീരവും ആത്മാവും നല്ലവർ കാലാകാലം സ്വർഗീയ അനുഭൂതി ആസ്വദിച്ച് കഴിയുന്നു, ചീത്തയാളുകൾ കാലാകാലവും നരകശിക്ഷ അനുഭവിച്ച് കഴിയുന്നു. ഇതെല്ലാം ആത്മാവിനെ സംബന്ധിച്ച് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇത് നമ്മളൊക്കെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. ഇനി ആ ആത്മാവിനെ നമ്മളെങ്ങനെയാണ് ശുദ്ധീകരിക്കാൻ? എന്താ മാർഗം? ആത്മാവ് നമ്മളെ ശരീരത്തിൽ എവിടെയാണ് ഉള്ളത്? പണ്ഡിതന്മാർ പറയുന്നത്, ഒരു വൈദ്യുതി ഒരു കമ്പിയിലേക്ക് നമ്മൾ പ്രവേശിപ്പിച്ചാൽ ആ കമ്പിയിൽ എല്ലാ സ്ഥലത്തും വൈദ്യുതി ഉള്ളതുപോലെ മനുഷ്യ ശരീരത്തിൽ എല്ലായിടത്തും ആത്മാവിൻ്റെ സാന്നിധ്യവും സ്വാധീനവുമുണ്ട് എന്ന് പറയാം. എന്നാലും ആത്മാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശകലനം നടത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ അതിലൂടെ നമുക്ക് സാധ്യമാകുന്നത് ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്. അപ്പോൾ ആത്മസംസ്കരണം എന്ന് നമ്മൾ സാധാരണ പറയുന്നതും ഹൃദയ ശുദ്ധീകരണം എന്ന് പറയുന്നതും ഒരേ സംഗതിയെക്കുറിച്ചുള്ള 2 പ്രയോഗങ്ങൾ മാത്രമാണ്. അപ്പം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ മനസ്സ് നന്നാവുക എന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, മനുഷ്യ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു, അത് ക്ലിയറായാൽ ആ ശരീരം മുഴുവനും ക്ലീനാവും. അപ്പം ആ മനസ്സ് നന്നാക്കലാണ് ആത്മാവിനെ നന്നാക്കാനുള്ള വഴി. അതിനുള്ള കർമ്മ പദ്ധതികൾ എന്താണ്? അതിന് ഇസ്ലാം ഒരുപാട് കർമ്മ പദ്ധതി തന്നിട്ടുണ്ട്. ഒന്ന്, നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ആത്മാവിൽ ഒരുപാട് ചേറുകൾ വന്നിങ്ങനെ അടിയും. നബി തങ്ങൾ പറഞ്ഞത് കാണാം, ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്
ഇദാ അസ്വാബഹൽ മാ, ഒരു ഇരുമ്പിൽ വെള്ളം തട്ടിയാൽ അതിന് തുരുമ്പ് ബാധിക്കുന്നത് പോലെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ കറ പിടിക്കും. ആ കറ നീക്കിക്കളയുക എന്നതാണ് ഹൃദയ ശുദ്ധീകരണത്തിന്, ആത്മസംസ്കരണത്തിന് ഏറ്റവും വലിയ ഉപായം. നമ്മൾ ഏതൊരു സംഗതി അങ്ങനല്ല, എന്ത് ക്ലീൻ ആക്കണമെങ്കിലും ആദ്യം എന്ത് വേണം? ആദ്യമേലുള്ള കറ ചുരണ്ടി പോക്കണ്ടേ? ഒരു വണ്ടി നമ്മൾ ക്ലീൻ ആക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം ചെയ്യേണ്ട എന്താണ്? അതിലുള്ള ഈ ക്ലാപ്പുകളും കറകളും ഈ പൂഴിച്ചതൊക്കെ നമ്മൾ പോക്കണം. എന്നതുപോലെ ഈ കറ പോക്കാൻ ഒരുപാട് പരിപാടിയുണ്ട്. റമളാനിലെ സർവ്വ പദ്ധതികളുടെയും പിന്നിൽ ഈ ഒരു ആത്മസംസ്കരണം എന്ന് പറയുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നോമ്പാണല്ലോ. നോമ്പ് എന്ന് പറഞ്ഞാൽ ആത്മസംസ്കരണത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസം ഉണ്ടാവും ഒരു ചികിത്സ ആകുമ്പോൾ. ആ പ്രയാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ചികിത്സക്ക് വിധേയമാകുമ്പോഴേ നമ്മൾ ലക്ഷ്യം നേടുകയുള്ളൂ. എല്ലാ മരുന്നും എല്ലാ ചികിത്സ സുഖമല്ല. ചിലത് ഓപ്പറേഷൻ വേണ്ടി വരുമല്ലോ, അപ്പം അതിൻ്റെ കഷ്ടപ്പാട് നമ്മൾ തയ്യാറെടുക്കണം. ചിലത് കയ്പുള്ള കഷായം കുടിക്കേണ്ടി വരും, അത് ഞാൻ കുടിക്കൂല പറഞ്ഞ രോഗം മാറൂല. എന്നതുപോലെ നമ്മളെ അസുഖം ആത്മാവിൻ്റെ മാലിന്യമാണ്. അത് നീങ്ങണമെങ്കിൽ നമ്മൾ ഈ ചികിത്സക്ക് വിധേയരാകണം. അതുകൊണ്ട് തന്നെ ചികിത്സ വളരെ നല്ല രീതിയിൽ ഫലിക്കണമെങ്കിൽ അതിൻ്റെ നല്ല ശൈലിയിലായിരിക്കണം ഈ നോമ്പിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കുന്നതൊക്കെ. അല്ലാഹു തആല തന്നെ എത്ര മനഃശാസ്ത്രപരമായിട്ടാണ് നോമ്പിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഖുതുബയിൽ ഓതിയ ആയത്തുണ്ടല്ലോ, സാധാരണ മുത്തഅല്ലിമീങ്ങളൊക്കെ റമളാനിൽ ഉറുദിക്ക് വേണ്ടി ആദ്യം ഓതുന്ന ആയത്താണ് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഇതാട് കേട്ടാൽ നമ്മൾ നീച്ചാട് പോലാ, കാരണം ഇത് നമ്മൾ കേട്ട് കേട്ട് താമ്പിച്ചാണ്. പക്ഷെ ഇന്ന് വരെ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ആരും ആലോചിച്ചിട്ടുണ്ടാവില്ല. അല്ലാഹു തആല എത്ര ദയാലുവാന്നറിയങ്ങൾ. നമ്മളോട് നോമ്പ് നിർബന്ധമാണ് എന്ന് പറയാൻ അല്ലാഹു ഉപയോഗിച്ച ഒരു ശൈലിയാണത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കുട്ടികളെ, ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല കേട്ടോ, നിങ്ങളെ മുമ്പുള്ളവർക്കൊക്കെ നിർബന്ധമാക്കപ്പെട്ട സംഗതിയാണ്. അതെന്തിനു പറഞ്ഞതാ? അത് നമ്മളെ സമാധാനിപ്പിക്കുക. അങ്ങനെയാണ് ഒരാളോട് ഒരു ഗൗരവമുള്ള ഒരു കാര്യം പറയുമ്പം ഓനെ ബേജാറാക്കരുത്. ഇപ്പം നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പം 35 വിദ്യാർത്ഥികളും പെരുങ്കളിയാണ്. അപ്പം അധ്യാപകൻ എന്ത് ചെയ്തു? കയ്യിലുള്ള ചൂരൽ കൊണ്ട് ആദ്യം കണ്ട 4 ആൾക്ക് 4 എണ്ണീച്ചാട് കൊടുത്തു. മറ്റോൽക്കൊന്നും കിട്ടിയില്ല. അപ്പോഴേക്ക് എല്ലാവരും അച്ചടക്കത്തിലിരുന്നു, അടി മതിയാക്കി. ഈ അടി കിട്ടിയോൽക്ക് സഹിക്കും അത്? ഓൽക്ക് ഉറപ്പല്ലേ? മറ്റോലെല്ലാം കളിക്കാൻ കൂടിയതാ, തല്ല് കിട്ടിയ ആർക്കാ? 3 ആൾക്ക് 4 ആൾക്ക് മാത്രം. അപ്പോൾ ഓൽക്ക് സഹിക്കാൻ പറ്റൂല. മറ്റോൽ കൂടിയും കിട്ടിയാൽ എന്തായി? ഇതാണ് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ മുമ്പുള്ളവർക്കൊക്കെ ഉള്ളതാ. അതുകൊണ്ട് നിങ്ങളായിട്ട് പ്രയാസപ്പെടേണ്ട, എല്ലാവർക്കും കൊടുത്ത സാധനമാണെന്ന്. ഇനി വേറൊരു ഉദാഹരണം വേണമെങ്കിൽ, നമ്മളിങ്ങനെ ബസ് കാത്തിക്കാണ് വയനാട്ടിൽ പോകാൻ. ഉടുത്തൊരുങ്ങി ഇസ്തിരൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ഉഷാറിൽ റോട്ടുമ്മൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു KSRTC വന്ന് ഒരു വെള്ളക്കുണ്ടുക്കാട് ചാടി. ആ ചെളിവെള്ളം മുഴുവൻ നമ്മളെ ശരീരത്തിലേക്ക് ഇങ്ങോട്ടായി. അപ്പം നമ്മളെ മോന്തമ്മേ നോക്കിയാൽ ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ മാതിരി ആകെ ചളിയായി ചളയായി ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോഴാണ് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലല്ലല്ല, എല്ലാവരും എത്തുണ്ട്. സമാധാനം ഉണ്ടാവില്ല കുറച്ച്. അതാണ് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരാശ്വാസമാണ്, നമുക്ക് മാത്രം ഒരു ചികിത്സ, അത് സഹിക്കാൻ കഴിയൂല. അങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു തആല പിന്നെ വലിയൊരായത്തുണ്ടല്ലോ അൽ ബഖറയിൽ, നോമ്പിൻ്റെ എല്ലാ മസലകളൊക്കെ പറഞ്ഞു. അവിടെ ലാസ്റ്റ് അല്ലാഹ് പറയുന്നുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അതിന് മുമ്പ് തന്നെ നോമ്പിൻ്റെ അളവൊക്കെ പറയണ്ടേ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ഈ റമളാനിൽ നോമ്പ് നോൽക്കാൻ ശാരീരിക മറ്റുള്ള നിബന്ധനകളൊത്ത ആളുകളൊക്കെ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹ് പറഞ്ഞെന്താ? ഫമൻ കാന മിൻകും മരീളൻ. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും സുഖമില്ലാത്തവരുണ്ടെങ്കിൽ, അപ്പം തന്നെ അളവാ, സുഖമില്ലാത്തവരുണ്ട്, വലിയ സുഖമൊന്നും വേണ്ട നോമ്പ് ഒഴിവാക്കാൻ.
എന്തു മതി? ഒരു ഡോക്ടർ പറയാ, നിങ്ങൾ ഈ ഗുളിക കുടിക്കാതെ ഇപ്പം ഈ അസുഖത്തോടുകൂടെ നോമ്പെടുത്താൽ നിങ്ങളുടെ അസുഖം ഭേദപ്പെടാൻ കാലതാമസം എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തൽക്കാലം നോമ്പൊഴിവാക്കാം. നോമ്പൊഴിവാക്കാൻ അത് മതി. അതേസമയം പിന്നെ അള്ള പറയാണ്, ഔ അലാ സഫർ, നിങ്ങൾ യാത്രക്കാരനാണ്, അപ്പോൾ പ്രയാസം ഉണ്ടാവുമല്ലോ. ചെറിയ യാത്ര പറ്റൂല, 2 മർഹലയാണ്. ഏകദേശം 132 കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു യാത്ര. നിങ്ങൾ ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് പോവാണ്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. അല്ലാഹു തആല ഇളവ് പറയാം, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റമളാൻ കഴിഞ്ഞിട്ട് മറ്റ് ദിവസങ്ങളിൽ അത് ഖളാ വീട്ടിയാൽ മതി. എത്ര ദയാലുവാണ് പടച്ചോൻ. നമ്മളെ കർശനമായി ബുദ്ധിമുട്ടാക്കണ ഒരു ഏർപ്പാട് അള്ളാഹ്ക്കില്ല. എന്നാലും ചില ആൾക്കാർക്ക് തോന്നും ഈ നോമ്പ് ഒരു പീഡനല്ലേ എന്ന്. അതിനാണ് അള്ളാഹ് പിന്നെ പറഞ്ഞത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നോമ്പ് മുഖേന നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എളുപ്പവും സന്തോഷവും ഒക്കെ ഉണ്ടാകാനാണ്. ഒരു ചികിത്സയാണ്, ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം. പക്ഷേ നോമ്പ് ഒരു പീഡനമാണ് എന്ന് പറയുന്ന യുക്തിവാദി ഇപ്പോഴും മാനസികമായ വളർച്ച പ്രാപിക്കാത്തവനാ. ഓനൊരു ചെറിയ കുട്ടിൻ്റെ മാനസിക വളർച്ച ഉണ്ടായിട്ടുള്ളൂ എന്നാ. നമ്മളെ വീട്ടിൽ ചെറിയ മക്കള് മുറ്റത്തൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കണം. അതിൻ്റെ ഇടയിൽ അവൻ്റെ കാലിന് ഒരു പഴകിയ ആണി കുത്തിക്കേറിയാൽ നമ്മൾ ഓനെ വേടുത്ത് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഡോക്ടറുമല്ല ആ ആണി വലിച്ചു ഊരിയതിന് ശേഷം പിന്നെ എന്താ ചെയ്യുക? വേറൊരു കമ്പി എടുത്തിട്ട്, അതിനേക്കാളും നീളമുള്ള ഒരു കമ്പി എടുത്തിട്ട് ഇവൻ്റെ ചന്തിക്കൊന്ന് അടിച്ചു കൊടുക്കും അല്ലേ? അപ്പം ഈ ചെറിയ കുട്ടി എന്താ ചിന്തിക്കുക? ഇത് എന്ത് ദയയില്ലാത്തോലാ പടച്ചോനെ, എൻ്റെ അമ്മയും ബാപ്പിയും ഡോക്ടറൊക്കെ. ഞാൻ കാലിനൊരു കമ്പി കയറിയിട്ട് അതിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ പൊളഞ്ഞിക്കുമ്പോഴാ ഇവർ കൊണ്ടുവന്ന് വേറൊരു കമ്പി കുത്തി കയറ്റണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടി ചിന്തിക്കാൻ മാത്രം പ്രായമായിട്ടില്ലല്ലോ. ഇത് ഭാവിയിൽ കാല് തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായ ചെറിയൊരു ചികിത്സയാണ്. ഇതുപോലെയാണ് നോമ്പ്. ഭാവിയിൽ നരകത്തിൽ കത്തിത്തീരാതിരിക്കാൻ അള്ളാഹു തരുന്ന ഒരു ചികിത്സയാണ്. ഈ ചികിത്സയിലൂടെ നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും വലിയ നേട്ടം എന്താ? നമ്മളൊക്കെ കേട്ട് നീച്ചു പോകുന്ന ഹദീസാണ്, മൻ സോമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാനിൽ നല്ല ഈമാനോടെ, ഇത് അല്ലാഹ് നിർദ്ദേശിച്ചതാണ്, അതാ നമ്മളെ ഈമാൻ. അതോടൊപ്പം പടച്ചോൻ ഇതിന് പ്രതിഫലം തരും, അവൻ്റെ പൊരുത്തം മാത്രം. ഇത് രണ്ടും ലക്ഷ്യം വെച്ച് നമ്മൾ റമളാനിലെ നോമ്പെടുത്താൽ അതിൻ്റെ ഫലം എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കൽബിന്ന് ദോഷത്തിൻ്റെ കറകളെ ചുരണ്ടി മാറ്റി ആത്മസംസ്കരണം നേടിത്തരും. അപ്പം റമളാൻ സംസ്കരിക്കുന്നത് അങ്ങനെ. ഈ നോമ്പ് കഴിയുമ്പോഴേക്ക് നമ്മളെ ദോഷങ്ങളൊക്കെ അങ്ങനെ കഴുകി കഴുകി ചുരണ്ടി ചുരണ്ടി കളയാണ്. അങ്ങനെ ആത്മസംസ്കരണം നേടാൻ പോവാണ്. ഇനി നോക്കൂ നിങ്ങൾ, അതിൻ്റെ പുറമെ വലിയ കൂലിയുള്ള ഇബാദത്താണ് നോമ്പ്. അള്ളാഹിൻ്റെ റസൂല് പറയുന്നുണ്ട്, മൻ സോമ ലില്ലാഹി യൗമൻ ബഅദഹുല്ലാഹു 70 ഖരീഫം മിനന്നാർ. പടച്ചവന് വേണ്ടി ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ നരകത്തിൽ നിന്ന് 70 കൊല്ലത്തെ ദൂരം അള്ളാഹു അവൻ അകറ്റി കൊടുക്കും. എത്ര നരകത്തിൽ നിന്ന് അകലുന്നുവോ അത്രയും സ്വർഗത്തിലേക്ക് അടുക്കുമെന്നാണ്. അസ്സൗമു ജുന്നത്തും മിനന്നാർ. നോമ്പ് എന്ന് പറയുന്നത് നരകത്തെ തൊട്ടുള്ള ഒരു കവചമാണ്, ഒരു പരിചയാണ്. നരകത്തിലേക്ക് മറഞ്ഞു വീഴാതിരിക്കാൻ നമ്മളെ തടസ്സം നിൽക്കുന്ന ഇബാദത്താണ് നോമ്പ്. ആ വിധത്തിൽ അള്ളാഹു നമ്മളെ നോമ്പ് കബൂൽ ചെയ്യുമാറാകട്ടെ. റമളാനിൽ നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ ഒരു കർമ്മ പദ്ധതി എന്താണ്? അത് റമളാനിലെ തറാവീഹ് നിസ്കാരമാണ്. നബി തങ്ങൾ പറയുന്നുണ്ട്, വസനന്തു ലക്കും ഖിയാമ ഫറളല്ലാഹു അലൈക്കും സിയാമ. നോമ്പിനെ അള്ളാഹ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകമായ റമളാനിലെ നിസ്കാരം ഞാൻ സുന്നത്താക്കി. അതിനെയാണ് തറാവീഹ് എന്ന് പിൽക്കാലത്ത് പേരിട്ട് വിളിച്ചത്. തറാവീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമങ്ങൾ എന്നാണ്. സ്വഹാബത്ത് 4 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം വിശ്രമിക്കും, പിന്നെ 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ വിശ്രമിക്കും. ഇങ്ങനെയാണ്. അപ്പോൾ ബഹുവചനാണ് തറാവീഹ് എന്നുള്ളത്. അതെന്നെ പറഞ്ഞു തരുന്നുണ്ട് തറാവീഹ് 8 റക്അത്തല്ല. കാരണം ബഹുവചനത്തിന് ഏറ്റവും ചുരുങ്ങി എത്ര വിശ്രമം വേണം? 3 വിശ്രമമാണ്.
8 റക്കാത്താന്ന് പറഞ്ഞാൽ പിന്നെ ആകെ എത്ര ഉണ്ടാവുള്ളൂ? ഒരു വിശ്രമം കഴിഞ്ഞിന് പോക്കലുണ്ടായാൽ. അപ്പം ആ പേര് തന്നെ അവരെ റക്കായത്തിൻ്റെ എണ്ണത്തെ ഗണ്ണിക്കുന്നുണ്ട്. 20 റക്കായത്താണ് തറാവീഹ്. സ്വഹാബത്ത് എങ്ങനെയാണ് നിസ്കരിച്ചത്? കാനൂ യഖൂമൂന അലാ അഹദി ഉമർ ബിനുൽ ഖത്താബി ബി20 റക്അ. ഉമർ ഖത്താബ് തങ്ങളുടെ കാലത്ത് 20 റക്കായത്താണ് സ്വഹാബിന്മാർ നിസ്കരിച്ചത്. ബാക്കി മുഴുവൻ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് നിസ്കരിച്ചത് 20ആണ്. 4 മദ്ഹബിലും 20ൽ കുറഞ്ഞ തറാവീഹില്ല. പിന്നെ അവിടെ ഒരു പുതിയ ഗവേഷണം നടത്തി അത് 8ഉം വട്ടപ്പൂജ്യം ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഈ നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് റമളാനിലെ സ്പെഷ്യലാണ്. മാത്രമല്ല സ്വർഗത്തിലേക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗവും കൂടിയാണ്. അപ്പം നമ്മൾ അതിലൊരു ദിവസം ഒഴിവായി പോകുക എന്നുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാണ് ഇന്ത്യൻ ഗവൺമെൻറ്. അതിന് ഒരു തീയതി പറഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ അവിടെ ഹാജറാവണം. അവസാന തീയതി വരേക്കും അതിലുണ്ടാവണം. അതിൻ്റെ അടുക്കൊരു കല്യാണം വന്നു, ഒരു നിശ്ചയം വന്നു എന്ന് പറഞ്ഞിട്ട് ആട്ട് പോയാൽ ഓനെ സൈന്യത്തിൽ കിടക്കൂല എന്നതുപോലെയാണ് തറാവീഹ്. 2 ദിവസം കൂടി പിന്നില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എവിടെ ദൂരത്തേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ ഇവിടെ പരിപാടി ഉണ്ടാവും ബദൽ കുബറിൻ്റെ അന്ന് ഇങ്ങോട്ട് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ തറാവീഹിന് ഇവിടെ എത്താനുള്ള രീതിയിൽ യാത്ര ക്രമീകരിക്കണം. അതല്ലെങ്കിൽ പോരുന്ന വഴിയിൽ എവിടെ വെച്ചാണോ തറാവീഹ് കിട്ടുക പ്ലാൻ ചെയ്യണം. റമളാന്റെ സ്പെഷ്യൽ നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട് വേറെ ഒന്നിനു പോകരുത്. അത് നമ്മൾ നല്ല ശ്രദ്ധ ഉണ്ടാവണം. ഇബാദത്തുകളിൽ ഓരോ സമയത്ത് നിശ്ചയിച്ചതിന് അതിൻ്റെ പ്രാധാന്യം കൊടുക്കണം. അതിൻ്റെ ഫലവും എന്ത് തന്നെയാണ്? മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആത്മാവിൻ്റെ സംസ്കരണമാണ്, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്, പാപങ്ങളെ മായ്ച്ചു കളയലാണ്. അതിലൂടെ നമ്മളെ ഹൃദയം ശുദ്ധമാകുന്നു. പിന്നെ റമളാനിൽ നമ്മളോട് കൽപ്പിച്ച മറ്റൊരു പ്രധാന ഇബാദത്ത് നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കലാണ്. അതൊരു ചെറിയ ഇബാദത്തല്ല. മുത്തുനബി പറയുന്നു, മൻ ഫത്തറ സ്വാഇമാ കാന മഗ്ഫിറത്തൻ ലിദുനൂബി വഇത്ഖ റഖബതിഹി മിനന്നാർ വകാന ലഹു അജ്റുഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഅ. ഒരു നോമ്പുകാരനെ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ 3 തരത്തിലുള്ള പ്രതിഫലമാണ്. ഒന്നാമത്തത് കാന മഗ്ഫിറത്തൻ ലിദുനൂബി, അവൻ്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ അത് കാരണമാകും. അത് ആത്മീയ വിശുദ്ധി കൈവരിക്കും. 2 റഖബ, അവൻ്റെ നരകവിമോചനം അതിലൂടെ സാധ്യമാകും. 3-മത്തേത് എത്ര ആളുകൾ അവൻ്റെ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറന്നോ അത്രയും ആളുകളുടെ നോമ്പിൻ്റെ കൂലി ഇവന് കിട്ടും, അവരുടേത് ഒരു തരിമ്പും കുറക്കാതെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ റമളാനിൽ ഒരു 100 ആളുകളെ നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിഞ്ഞാൽ അത്രയും ആളുകളുടെ നോമ്പിൻ്റെ കൂലി നമുക്ക് കിട്ടും. ഓൾറെഡി കുറയില്ല. ഇതാണ് റമളാനിൽ ചുളുവിൽ നേട്ടം കൊയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. നമ്മളെ വീട്ടിലൊക്കെ ഇത് നടത്താം. ഓരോ ദിവസവും ഓരോരുത്തരെ വിളിച്ചാൽ 30 ദിവസം 30 ആളാവും. പിന്നെ നമ്മളെ വിരുന്നുകാർ വരുന്ന ദിവസം കുറച്ചുകൂടി ആളെ വിളിച്ച് ഒരു 50 ആക്കുക. നമ്മളെ നാട്ടിലെ പള്ളിയിലൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ നോമ്പോർ. ആ ചെറിയ ചെലവിൽ 50 ആളൊക്കെ ഒന്നിച്ച് നോമ്പർപ്പിക്കാൻ പറ്റും. ഈ ജാമിഉൽ ഫുത്തുവിൽ വമ്പിച്ച തുറണ്ട്. നിങ്ങൾ ഇന്നും സിറാജിൽ പരസ്യം കണ്ടിട്ടുണ്ടാവും. ഇവിടെ നോമ്പുറപ്പിക്കാനുള്ള സുവർണാവസരമുണ്ട്. 1000കണക്കിന് ആളുകൾ ഇവിടുന്ന് നോമ്പുറന്നു പോകുന്നുണ്ട്. നബിതങ്ങൾ ഇതിങ്ങനെ പറയാണ്. അപ്പൊ സ്വഹാബത്തിന് ഇങ്ങനെ ആഗ്രഹം. സദസ്സിന്ന് പാവങ്ങൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു ബിഹി സ്വായിം. നബിയെ, ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും ഇതുപോലെ ഭക്ഷണം എത്തിക്കുന്ന ആളുകളല്ല. നോമ്പ് തുറന്ന് കൂലി നേടാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടാൻ എന്താണ് മാർഗം? അപ്പൊ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, യുഅത്തില്ലാഹു ഹാദ സവാബ്. ഈ പറഞ്ഞ 3 പ്രതിഫലവും അള്ളാഹു കൊടുക്കും. ഒരു കാരക്കച്ചുള കൊടുത്ത് നോമ്പ് തുറപ്പിച്ചവനും, ഒരറക്ക് പാല് കൊടുത്ത് തുറപ്പിച്ചവനും, അതുമില്ലാഞ്ഞിട്ട് 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താണോ നോമ്പ് തുറപ്പിച്ചത്, അവനും ഈ പറഞ്ഞ 3 കൂലിയും ലഭിക്കും. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം ഇല്ലാത്തവൻ ഉള്ളത് കൊണ്ട് നോമ്പ് ഉറപ്പിക്കാൻ. പൊരയിൽ വിളിച്ച് നോമ്പ് ഉറപ്പിക്കാൻ മാത്രമൊന്നും ഓൻ്റെ അടുത്തൊന്നുമില്ലല്ലേ, സൗകര്യമില്ല. അങ്ങനത്തെ ഒരാൾ പള്ളിയിൽ മഗ്‌രിബിന് ജമാഅത്തിന് പോകുമ്പോൾ ആ പീടിയെന്ന് ഒരു പാക്ക് ഈത്തപ്പഴെങ്കിലും വാങ്ങി ഇങ്ങനെ വന്നാ ഒന്ന് നോമ്പുറക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ, അതുകൊണ്ടാണോ ഒരു നോമ്പുകാരൻ നോമ്പുറക്കണമെങ്കിൽ നമ്മളെ നിയ്യത്ത് പോലെ ഈ കൂലി നമുക്കും കിട്ടും.
ഇത് പറഞ്ഞ് നബി തങ്ങൾ അവസാനിപ്പിച്ചില്ല. അവിടുന്ന് ഒരു വാക്കുകൂടെ പറഞ്ഞു, മൻ അശ്ബഅ സ്വാഇമാ സഖാഹുല്ലാഹു മിൻ ഹൗളി ലാ യൽമഉ ബഅദഹു അബദാ. ആരെങ്കിലും ഒരു നോമ്പുകാരന് വിശപ്പ് മാറുവോളം ഭക്ഷണം നൽകി നോമ്പ് തുറപ്പിച്ചാൽ എൻ്റെ ഹൗലുൽ കൗസർ അല്ലാഹു അവനെ കുടിപ്പിക്കും. പിന്നെ മരണം സ്വർഗത്തിലെത്തുന്നത് വരെ അവന് ദാഹമുണ്ടാവില്ല. ഇതൊരു വലിയ നേട്ടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിൽ പാപം പൊറുപ്പിച്ച് നമ്മളെ ആത്മീയ ശുദ്ധീകരണത്തിനും നരകവിമോചനത്തിനും പുണ്യങ്ങൾ ധാരാളമായി കൊയ്തെടുക്കാനും പറ്റിയ ഏറ്റവും നല്ല ഇബാദത്തുകളിലൊന്ന് അത് ഈ നോമ്പ് തുറപ്പിക്കലാണ്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. റമളാൻ തീർന്നിട്ട് തിരിഞ്ഞു നോക്കിയാൽ പിന്നെ നമുക്ക് അവസരം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖിന്റെ വാതിൽ തുറന്നു നൽകുമാറാകട്ടെ. റമളാനിൽ നമുക്ക് പുണ്യം കൊയ്യാൻ പറ്റിയ മറ്റൊരേറ്റവും പ്രധാനപ്പെട്ട സംഗതി പരിശുദ്ധ ഖുർആനിന്റെ വാർഷികാഘോഷമാണല്ലോ റമളാൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം നമ്മൾ വർദ്ധിപ്പിക്കുക. ഒരു 3 ഖത്മെങ്കിലും ഓതുന്നതിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ നടക്കും. ഒരു ഖത്മ് എന്ന് പറഞ്ഞാൽ 30 ജുസ്. 30 ജുസ് എന്ന് പറഞ്ഞാൽ ഒരു ജുസ് എന്ന് പറഞ്ഞാൽ എത്ര? 10 കഷ്ണ. 10 കഷ്ണ 20 പേജ്. 20 പേജ് ഖുർആൻ ഓതാൻ, ഒഴുക്കിൽ ഓതാൻ കഴിയുന്ന ഒരാൾക്ക് വേണ്ടത് 20 മിനിറ്റാണ്. നിങ്ങളിത് കഴിഞ്ഞിട്ടൊന്ന് സമയം നോക്കി ഓതി നോക്കി. 20 മിനിറ്റ് ഉണ്ടാകും എന്ത് ചെയ്യും? ഒരു ജുസ് കഴിയും. അങ്ങനെ നമ്മൾ ഒരു ദിവസം 3 ഘട്ടങ്ങളിലായി 20 മിനിറ്റ് മാറ്റി വെക്കുക, 1 മണിക്കൂർ. എന്നാൽ എന്താവും? ഒരു ദിവസം നമുക്കൊരു 3 ജുസു ഓതാൻ പറ്റും. ഇതിനേത് സമയം എടുക്കുക? ഒന്ന് അത്തായം കഴിച്ച് സുബഹി ബാങ്കിൻ്റെ ഇടയിൽ ഒരു സമയം ഉണ്ടാവില്ല, അവിടെ ഒരു 20 മിനിറ്റ് മാറ്റി. ഈ പറ്റ തപ്പിത്തടഞ്ഞ് ഓതുന്നോണായി 25 മിനിറ്റ് മാക്സിമം വരുള്ളൂ, അവിടെ ഒരു 20 മിനിറ്റ് മാറ്റി. അത് കഴിഞ്ഞ് സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കടന്നുറങ്ങാതെ ഒരു ജുസ് അവിടെ 20 മിനിറ്റ്. പിന്നെ ലുഹറിന് പള്ളിക്ക് വരുമ്പോൾ ഏതായാലും ഒരു 10-12 നമ്മൾ വരികയാണല്ലോ. വന്നിട്ട് എന്ത് ചെയ്യുക? ഒരു 2 റക്അത്ത് തഹിയ്യത്ത്, 2 റക്അത്ത് ലുഹ, ഇതിന് ശേഷം ഒരു ജുസ്. അങ്ങനെ 3 ദിവസം. ഇനി ഈ സമയം പറ്റാത്തവന് ലുഹറിൻ്റെ ശേഷമാക്കുക, അസറിൻ്റെ ശേഷമാക്കുക. ഇതിനേക്കാളൊക്കെ നല്ലൊരു ടൈമുണ്ട്. മഗ്‌രിബോട് അടുത്ത സമയത്ത് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന നേരം ഉണ്ടല്ലോ. ഈ മൊല്ലാക്ക് എന്താ കൊടുക്കാത്ത ഇങ്ങനെ ഈറ പിടിക്കണ സമയം. ആ സമയത്തൊരു ജുസ് ഓതാണ്. ഇപ്പം ബാങ്ക് കൊടുക്കല്ലേ നമ്മളെ മനസ്സിലുണ്ട്, ഇത് തീരട്ടെ എന്നുണ്ടാവും. അങ്ങനെ സൗകര്യമുള്ള ഒരു 3 ടൈം. ഒരു ടൈം ടേബിൾ ഇല്ലാഞ്ഞാൽ ഒന്നും നടക്കൂല. സിലബസ് തയ്യാറാക്കണം. എന്നാൽ നമുക്ക് 10 ദിവസം റമളാനാട് കഴിയുമ്പം തിരിഞ്ഞു നോക്കിയാൽ എന്തുണ്ടാവും? നമ്മളെ ഏട്ടില് അൽഹംദുലില്ലാ ഒരു ഖത്തമുണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 30 ദിവസം പിന്നിടുമ്പോൾ 3 ഖത്തമുണ്ടാവും. ഇതിനേക്കാൾ അപ്പുറം ഒന്നുമല്ലൊന്നും ചുരുക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, അത് അങ്ങനെ തന്നെ പോകട്ടെ. ഇത് ചുരുങ്ങിയത് നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു സംഗതിയാണ്. ഖുർആന്റെ വാർഷികം നടക്കുമ്പോൾ നമ്മൾ അതെങ്കിലും ഓതി കൂലി വാങ്ങുന്നില്ലെങ്കിൽ ഈ റമളാൻ പോയി അവസാനം പള്ളിയുടെ ചേറ്റടിമേലിരുന്ന് നമുക്കൊക്കെ കൂട്ടി പറയാം, ഒന്നിച്ച് പറയാം, എത്ര പെട്ടെന്നാലേ ഇന്നലെ വന്ന് ഇന്നാട് പോയ മാതിരി എന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാവില്ല. തിരിഞ്ഞു നോക്കിയാൽ ഉണ്ടാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യണം, പദ്ധതി ആവിഷ്കരിക്കണം, നടപ്പാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമളാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. മുത്തനബി പറഞ്ഞു, വസ്തക്സിറൂ ഫീഹി ബിഅർബഇ ഖിസാൽ. 4 ദിക്റുകൾ നിങ്ങൾ റമളാനിൽ വർദ്ധിപ്പിക്കണേ. അതിൽ 2 ദിക്റ് അള്ളാഹിൻ്റെ പൊരുത്തം നിങ്ങൾക്ക് നേടിത്തരുന്നതും, 2 ദിക്റ് വ്യക്തിപരമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒഴിച്ചുകൂടാനാകാത്തതുമാണ്. ഫഅമ്മൽ ഖസ്ലത്താനില്ലത്താനി തർളൗന ബിഹിമാ റബ്ബക്കും. നിങ്ങളുടെ റബ്ബിൻ്റെ പൊരുത്തം വാങ്ങിത്തരുന്ന 2 ദിക്റ് എന്ന് പറഞ്ഞത് അൻ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അൻ തസ്തഗ്ഫിറൂഹ്. 1 ഷഹാദത്ത് കലിമ വർദ്ധിപ്പിക്കലാണ്, 2 ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്. അതേ നമ്മൾ നേരത്തെ ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് പടച്ചോന് പൊരുത്തുള്ള 2 ദിക്റാ. ഇനി വഅമ്മൽ ഖസ്ലത്താനില്ലത്താനി ലാ ഗിനാ ലക്കും അൻഹുമാ. വൈയക്തികമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒഴിച്ചുകൂടാനാകാത്ത ദിക്ർ എന്ന് പറഞ്ഞത് ഏതാ? അൻ തസ്അലൂഹുൽ ജന്ന വതുഈദൂനഹു മിനന്നാർ. നിങ്ങൾ സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ട് അഭയം തേടലുമാണ്. അതാണ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ.
ഈ ദിക്റുകൾ നമ്മൾ യഥേഷ്ടം ഒഴിവുള്ളപ്പോഴും ക്ഷീണിച്ചിങ്ങനെ മലന്ന് കിടക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒക്കെ ചെയ്യാം. എന്തെങ്കിലും ജോലി ചെയ്യണ സമയത്തൊക്കെ ഈ ദിക്റ് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ റമളാൻ നമ്മളെ പാപങ്ങൾ പൊറുപ്പിച്ച് കൽബ് ശുദ്ധിയാക്കി വൃത്തിയാക്കി എടുക്കുക. മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വാഹനം പോലെയാണ്. വാഹനം ഒരു നിശ്ചിത കിലോമീറ്റർ ഓടിയാൽ പിന്നെ അതിനെ സർവീസ് ചെയ്യണം. എന്നതുപോലെ 11 മാസം ഓടുന്ന മനുഷ്യവാഹനത്തെ 12ാമത്തെ മാസത്തിൽ സർവീസിന് കയറ്റിയതാണ്. അങ്ങനെ കയറ്റിയിട്ട ആളുകളെ നമ്മളൊക്കെ ഈ സർവീസിന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിൽ നമ്മളൊന്നും പങ്കാളിയാവാതെ വെറും കിടന്നുറങ്ങൽ മാത്രമായാൽ റമളാൻ കഴിഞ്ഞാലും നമ്മൾ ശുദ്ധിയാവില്ല. അപ്പം എല്ലാ അർത്ഥത്തിലും നമ്മളെ ബോഡിയും എഞ്ചിനും ആത്മാവും ശരീരവും ഒക്കെ വിമലീകരിച്ച് ശുദ്ധീകരിച്ച് ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ല. ഖുർആൻ പറഞ്ഞില്ലേ, ആത്മസംസ്കരണം നേടിയൻ വിജയിച്ചു. പിന്നീട് അവൻ അവൻ്റെ അള്ളാഹിനെ സ്മരിച്ച് തക്ബീർ ചൊല്ലി ഫസ്വല്ല, അത് കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു. അങ്ങനെ വിജയിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം. അർഹമുർറാഹിമീനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل وسلم وبارك على حبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, നോമ്പുകാരായി ഏത്തിക്കാഫ് നീയത്ത് വെച്ച് നിൻ്റെ പള്ളിയിൽ നിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇത്രയും സമയം ഇരുന്നു, ജുമാ നിസ്കരിച്ചു. ഇതെല്ലാം നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനെ. യാ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങളെ മനസ്സ് നീ നന്നാക്കി തരണേ അല്ലാഹ്. പാപ്പക്കറയില്ലാത്ത, കുഫ്രിയത്തില്ലാത്ത, നിഫാഖില്ലാത്ത, ബിദ്അത്തില്ലാത്ത, അഹങ്കാരമില്ലാത്ത നല്ല ഹൃദയം നൽകണേ റഹ്മാനെ. ഒരാളോടും വിദ്വേഷമോ പകയോ അസൂയയോ ഇല്ലാത്ത വിശാലമായ ഹൃദയം തരണേ അല്ലാഹ്. പുണ്യകർമ്മങ്ങളോട് താല്പര്യമുള്ള, കുറ്റകൃത്യങ്ങളോട് വെറുപ്പ് തോന്നുന്ന നല്ല മനസ്സ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ. പാപ്പക്കറകളെല്ലാം നീ മായ്ച്ചു കളയണേ അല്ലാഹ്. അർഹമുർറാഹിമീനായ റബ്ബേ, ഈ സദസ്സിൽ ഒരുമിച്ചുകൂടെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സഹപ്രവർത്തകർ, എല്ലാവരുടെയും ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ പലരും ഇന്ന് ഖബറിലാണ്, ഉസ്താദുമാർ ഖബറിലാണ്. ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് പുതുപ്പാടി വട്ടിമൽ അബൂബക്കർ മുസ്ലിയാർ, അവരുടെ വഫാത്തിൻ്റെ മാസം റമളാൻ 16 ഈ ലോകത്തോട് വിട പറഞ്ഞതാണ്. അവരുടെ ഖബറടക്കം നീ വിശാലമാക്കണേ റഹ്മാനെ. ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ശാരീരികവും മാനസികവും പൈശാചികവുമായ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്. നാഫിയായ ഇൽമ ഏറ്റിത്തരണേ റഹ്മാനെ. അതനുസരിച്ച് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളെ കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര ഐക്യവും യോജിപ്പും നിലനിർത്തണേ റഹ്മാനെ. തെറ്റി നിൽക്കുന്നവരെ നീ ഒന്നിപ്പിക്കണേ അല്ലാഹ്. സ്വഭാവ ദൂഷ്യമുള്ളവരെ നീ നന്നാക്കി തരണേ റഹ്മാനെ. യാ റബ്ബ് യാ അല്ലാഹ്. ഈ മഹത്തായ പള്ളി, മർക്കസിൻ്റെ മറ്റ് സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, അതിനെയെല്ലാം അകമഴിഞ്ഞ് സഹായിക്കുന്നവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഈ സ്ഥാപനത്തെ ഒരിക്കൽ പോലും നേരിൽ കാണാത്തവർ വരെയുണ്ട്. അവർക്കെല്ലാം നീ ഈമാനും ഹിദായത്തും നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അവരുടെ ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും കൃഷിയിലും തൊഴിലിലും എല്ലാം നീ ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ലാഹ്. ഇവിടെ ഇഫ്താറിന് സഹായിക്കുന്നവർ, പള്ളി പരിപാലനത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നവർ, എല്ലാവർക്കും അത് ആഖിറത്തിലേക്ക് കൺകുളിർക്കെ ഒരു സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബെ, രാപ്പകൽ ഭേദമന്യേ ഇതിൻ്റെ ഖാദിമീങ്ങളായി അധ്വാനിക്കുന്ന ഇവിടുത്തെ ഇമാം, മുഅദ്ദിന്, മറ്റ് സേവകന്മാർ, ഉദ്യോഗസ്ഥന്മാർ, എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ചൊരിയണേ റഹ്മാനെ. ഇവിടെ വരുന്ന മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വീകരിച്ച് സന്തോഷത്തോടെ യാത്ര അയക്കുന്നവരാണ്. നീ അവരെ ജീവിതത്തിൽ മുഴുവനും സന്തോഷം വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ ആൺമക്കളുണ്ട്, പെൺകുട്ടികളുണ്ട്, എല്ലാവർക്കും ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു തരണേ റഹ്മാനെ.
പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുട്ടികളുണ്ട്. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണേ അല്ലാ. റബ്ബേ, എല്ലാ പരീക്ഷകളിലും എല്ലാവരെയും നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഈ സ്ഥാപനത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു സഹോദരൻ ആക്സിഡൻ്റായി ആശുപത്രിയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. റബ്ബേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് നീ ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് സുഖം നൽകണേ അല്ലാ. നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരാനും തൻ്റെ ഖിദ്മത്തുകളിലൊക്കെ പൂർവോപരി ആവേശത്തോടെ പങ്കെടുക്കാനും നീ വഴിയൊരുക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اجعل هذا الشهر الشريف المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. اللهم أدخلنا الجنة مع الأبرار يا عزيز يا غفار. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث العميم. مولاي صل وسلم على